നല്ലൊരു വാക്യം വായിച്ചുകൊണ്ട് ഒരു പ്രവചനവാക്യമായി ഒരു സീരീസ് ആയിട്ട് പ്രസംഗിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഇന്ന് ഒരു ദിവസത്തേക്കും നിങ്ങൾ ചില വാഗ്ദത്ത വചനങ്ങൾ നിങ്ങൾക്ക് കൈമാറി ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങൾ അനുഗ്രഹിച്ച് അയക്കും എന്ന് വിശ്വസിക്കുന്നു. കാരണം അത് കർത്താവ് ബലപ്പെടുത്തി ഞാൻ ഒരു സീരീസ് ആയിട്ട് ഒരു മെസ്സേജൊക്കെ റെഡിയാക്കി നിങ്ങൾക്ക് ഇന്ന് ആരംഭിക്കാം. ലെറ്റ് യുവർ ക്ലോത്ത്സ് ബി വൈറ്റ്. നിങ്ങളുടെ വസ്ത്രം വെണ്മയായിരിക്കട്ടെ. ഈ വസ്ത്രമല്ല, നിങ്ങൾ ഇടുന്ന വസ്ത്രത്തെക്കുറിച്ചല്ല, ജീവിതത്തിലുള്ള വസ്ത്രം വെണ്മയായിരിക്കട്ടെ എന്നൊരു 5 മെസ്സേജിലൂടെ നിങ്ങൾ 5 ആഴ്ചകൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പല സഭകളിലും അനുഗ്രഹിക്കപ്പെട്ട പ്രോസ്പെരിറ്റി മെസ്സേജ് പറയുമ്പോൾ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു. എന്നാൽ അത് സൺഡേ മുതൽ ഞാൻ ആഗ്രഹിക്കും. ലെറ്റ് യുവർ തോൺസ് ബി വൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വസ്ത്രം, ജീവിത വസ്ത്രം വെണ്മയായിരിക്കട്ടെ എന്നുള്ളൊരു പദപ്രയോഗത്തിൽ 5 ആഴ്ച ഞാൻ സംസാരിക്കണം. വളരെ ആകാംക്ഷയുടെ കത്തുസന്നിധിയിൽ നിന്ന് പല റെഫറൻസൊക്കെ നോക്കി ഞാനിങ്ങനെ പഠിച്ചു വരികയാണ്. കത്ത് ബലപ്പെടുത്തുമാറാകട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. മാത്രമല്ല, ഇന്ന് അതിന് മുൻപായിട്ട് മുന്നോടിയായി ചില അനുഗ്രഹങ്ങൾ ദൈവാത്മാവ് നിങ്ങൾക്ക് തരുവാനുണ്ട്. അതിലേക്ക് ദുരിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറോളം സന്ദേശം കേട്ട് നമുക്ക് അനുഗ്രഹത്തോടെ മടങ്ങാം. വായിക്കുമോ? 2 ദിനവൃത്താന്തം 29 അധ്യായത്തിൻ്റെ 36 വാക്യം. 2 ദിനവൃത്താന്തം 29 അധ്യായത്തിൻ്റെ 36 വാക്യം. 2 ദിനവൃത്താന്തം 29 അധ്യായത്തിൻ്റെ 36 വാക്യം. ദൈവം ജനത്തിന് ഒരുക്കി കൊടുത്തതിൽ ഹെസക്കിയാവും സകല ജനവും സന്തോഷിച്ചു. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. ഒരുമിച്ച് നമുക്ക് പറയാം സിസ്റ്റർ, ഒരിക്കൽ കൂടി അതൊന്ന് വായിക്കുമോ? ദൈവം ജനത്തിന് ഒരുക്കി കൊടുത്തതിൽ ഹെസക്കിയാവും സകല ജനവും സന്തോഷിച്ചു. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. 1 മിനിറ്റ് മാത്രം കണ്ണുകളുടെ ചാട്ടെ. നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി സ്തോത്രം. അപ്പോൾ ഇന്ന് രാത്രികാലം വായിക്കപ്പെട്ട തിരുവെഴുത്തിനായി സ്തോത്രം. കർത്താവേ, നീ ചിലതൊക്കെയും 2024 ഈ ജനത്തിന് വേണ്ടി ഒരുക്കി കൊടുക്കുന്ന കൃപകൾക്കായി നന്ദി. ഹെസക്കിയാവും അപ്പോൾ ആ ജനവും ഒരുമിച്ച് സന്തോഷിച്ചതുപോലെ, കാര്യങ്ങൾ ക്ഷണത്തിൽ നടന്നതുപോലെ ഇന്ന് രാത്രികാലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ ഈ വചനത്തിലൂടെ അങ്ങ് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അതങ്ങനെ തന്നെ ഈ വാക്യത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ആഴമേറിയ സന്ദേശത്തിന് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, ഈ യാത്ര എത്ര ജയത്രമായി തീരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നാൽ അതിന് മുന്നോടിയായി ഒരു വാക്യം വായിച്ച് ഞാൻ മുന്നോട്ട് പോകാം. 89 സങ്കീർത്തനത്തിൻ്റെ 20 വാക്യവും ഒന്ന് വായിക്കാമോ സിസ്റ്റർ? 89 സങ്കീർത്തനത്തിൻ്റെ 20 വാക്യം, 19 20 വാക്യം വായിക്കാം. 89 സങ്കീർത്തനം വായിച്ചോളൂ. അന്ന് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളി ചെയ്തത് ഞാൻ വീരനായ ഒരുത്തന് സഹായം നൽകുകയും ജനത്തിൽ നിന്ന് ഒരു വൃതനെ ഉയർത്തുകയും ചെയ്തു. ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എന്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. ശ്രദ്ധിക്കണമേ, യേശു കർത്താവിൻ്റെ സാന്നിധ്യം, അവൻ്റെ വെളിപ്പാട്, അവൻ്റെ നോട്ടം ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ എഴുതിയിട്ട് കൊള്ളുക, അവനെ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് നന്നായി ഒന്ന് സ്പർശിച്ച് കർത്താവ് അനുഗ്രഹിച്ച് ഓടിച്ചിട്ട് അനുഗ്രഹിക്കുമെന്നുള്ളത് ദാവീദിൻ്റെ ചരിത്രം ഏറ്റവും അനുഗ്രഹമാണ്. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രാരംഭ സമയങ്ങളിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തോടിരുന്ന കർത്താവ് സഭയ്ക്ക് എന്താണ് ഈ പ്രാരംഭ സമയം അരുളി ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ ഇപ്രകാരമാണ്. ദാവീദിൻ്റെ ജീവിത ചരിത്രത്തിലേക്ക് ഒന്ന് ഓടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആരംഭം മുതൽ കാട്ടിൽ ഉഴഞ്ഞു നടന്ന ഈ കിന്നരം വായിച്ചുകൊണ്ടിരുന്ന അതുമുതൽ ഇങ്ങനെ തുടങ്ങി അഭിഷേകം ചെയ്യുന്ന അതിലോട്ട് വന്ന ശൗലിൻ്റെ ആ കഥയൊക്കെ പഠിച്ച് ആ ചരിത്രമൊക്കെ ഒന്ന് പഠിച്ചു വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരു വ്യക്തിയെ നന്നായി പണിയണമെന്ന് ആഗ്രഹിച്ചാൽ കർത്താവ് നിങ്ങളെ വിടത്തില്ല. ആമേ, കർത്താവ് നിങ്ങളെ വിടത്തില്ല. നിങ്ങൾ എത്ര ദൂരം പോയാലും കർത്താവ് ഒരു അനർത്ഥവും നിങ്ങൾക്ക് തരത്തില്ല, ഒരു കഷ്ടപ്പാടുകളും തരത്തില്ല. കർത്താവിനെ ഒരിക്കലും നിങ്ങൾ വിട്ടുകളയാതെ വണ്ണം അവൻ സ്നേഹിച്ച് കരത്തിൽ വെച്ചിരിക്കും. അതാണ് ദാവീദിൻ്റെ ചരിത്രം. ഞാൻ പറയുന്നത് ഭവനത്തിൽ പോയി പിന്നെ ചിന്തിച്ച് നോക്കിയാൽ അറിയാം. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നും നാം ഈ ആലയത്തിൻ്റെ അകത്തിരിക്കുന്നത്. എത്ര ദൈവത്തെ വിട്ട് ഓടിയിട്ടും പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിക്കാതെ പോയിട്ടും മക്കൾക്ക് വേണ്ടി
പ്രാർത്ഥിക്കാത്തപ്പോൾ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടതും എല്ലാത്തിനും ഒരു സാന്നിധ്യമുണ്ട്. എന്തെന്നറിയാമോ? നാം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ കണ്ണോട്ടത്തിൽ നാം പെട്ടുകഴിഞ്ഞു. ഇനി ഒരിക്കലും കർത്താവ് നമ്മളെ അഭിഷേകിക്കാതെ കൈവിടുന്ന ദൈവമല്ല എന്നുള്ളത് എത്ര പേര് വിശ്വസിക്കും? കരങ്ങൾ ഉയർത്തി ആമീൻ പറഞ്ഞോ. ഞാൻ എൻ്റെ ഭാഗത്തിലേക്ക് വരും. കർത്താവിനോട് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് 1 ശമൂവേൽ, നിങ്ങൾ എടുക്കേണ്ട, എല്ലാവർക്കും ചരിത്രഭാഗം നന്നായി അറിയാം. 1 ശമൂവേൽ വായിക്കുന്ന സിസ്റ്റർ മാത്രം ഒന്ന് അത് എടുക്കണമേ, മറ്റവരെല്ലാം എന്നെ ശ്രദ്ധിച്ചിരുന്നാട്ടെ. 1 ശമൂവേൽ 30-ാമത്തെ വാക്യത്തിൽ നിന്നാണ് പ്രാരംഭമായി ഞാനിത് 1 ശമൂവേൽ 30-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് ഞാനിത് ആരംഭിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണമേ, നമ്മൾ വായിച്ച വാക്യം നിങ്ങൾ മറന്നു പോകരുത്. അവൻ നിനക്ക് വേണ്ടി ക്ഷണത്തിൽ ചിലതൊക്കെയും 2024 ഒരുക്കും. അപ്പോൾ ഒരുക്കുമെന്നുള്ള 7 കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി 2024 കർത്താവ് ഒരുക്കുവാൻ പോകുന്നെന്നുള്ളത് പറയുമ്പോൾ എൻ്റെ സന്ദേശത്തിന് അവസാനം വരും. അതുകൊണ്ട് അതിനു മുൻപ് ഇതിനെ ഡയറക്റ്റായിട്ട് 7 കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി 2024 ഒരുക്കും. മറന്നു പോകരുത്. 7 കാര്യവും എനിക്ക് പറയുവാൻ സമയമില്ലെങ്കിലും ആ വചനങ്ങൾ നന്നായി ഞാൻ 7 വചനങ്ങൾ ഞാൻ കോട്ട് ചെയ്യും. അതിനു മുൻപ് ഞാൻ പറഞ്ഞ ദാവീദിൻ്റെ ചരിത്രത്തിൽ ജസ്റ്റ് ഒന്ന് ഇൻട്രോ കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും, അതേ ദാവീദിൻ്റെ ചരിത്രത്തിൽ നന്നായി ഒരുക്കി പണിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ആ 7 കാര്യത്തിലേക്ക് ജസ്റ്റ് ഒന്ന് വചനങ്ങൾ മാത്രം കോട്ട് ചെയ്താൽ മതി. നിങ്ങൾ ആകാംക്ഷയുടെ അനുഗ്രഹത്തോടെ ഭവനത്തിലേക്ക് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കറിയാം, അമാലേക്കിയർ എല്ലാം ദാവീദിൻ്റെ ഭാര്യ, മക്കൾ, സമ്പത്ത് എല്ലാം ചുട്ട് കരിച്ച് നിർമൂലനാശം ചെയ്യുവാൻ അവർ ഇനി വളരരുതെന്ന് ബേസിക്കായിട്ട് അവർ എല്ലാം തകർത്തതിന് ശേഷമുള്ള ഒരു അധ്യായമാണ് 1 ശമൂവേൽ പ്രവചന പുസ്തകം 30-ാം അധ്യായം എന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സുപരിചയമുള്ള വാക്യമാണത്. അതിൻ്റെ ചരിത്രഭാഗങ്ങൾ ഇപ്രകാരമാണ്. ദാവീദ് തൻ്റെ ശരീരത്തിൽ ബലമില്ലാത്തിടത്തോളം കാലം അവൻ കരഞ്ഞു എന്നുള്ളൊരു വാക്യം നിങ്ങൾ 4-ാമത്തെ വചനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 4-ാമത്തെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതോളം ഉറക്കെ കരഞ്ഞു. ഇന്ന് രാത്രികാലം ശ്രദ്ധിക്കണമേ. ഇന്ന് രാത്രികാലം ദാവീദിൻ്റെ അവസ്ഥയിലുള്ള ചിലതിനൊക്കെ കർത്താവ് മടക്കി തരുവാൻ പോകുന്നു എന്നുള്ള ആ ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി വേണം. കർത്താവ് ചിലതൊക്കെയും നിങ്ങൾക്കായി ഉരുവാക്കുന്നു, അല്ലെങ്കിൽ ചിലത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നു എന്ന് 7 കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് ഒരു വേദപുസ്തകത്തിൽ നിന്നൊന്ന് ഒരു കഥാപാത്രത്തെ മുൻപിൽ കൊണ്ടുവന്ന് ആ ജീവിതം ഒന്ന് തൊട്ടുണർത്തിയാൽ നിങ്ങൾക്ക് 7 കാര്യത്തിലേക്ക് പ്രവേശിക്കാൻ ഏറ്റവും അഗനീയമായി തോന്നും. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഈ ദാവീദ് വന്ന് നോക്കിയപ്പോൾ തൻ്റെ കൂടെയുള്ള എല്ലാവരും ചാമ്പൽ ഇരുന്നുകൊണ്ട് കരയുവാൻ ഒരു ഭക്തനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എല്ലാം പോയതിനു ശേഷം അവസാനം നിൽക്കുന്നത് കല്ലും കൂടെ നിന്നവർ പോലും എതിരായിട്ട് ദാവീദിനെതിരെ നിൽക്കുന്ന ഒരു ഭാഗത്തെ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. ശ്രദ്ധിക്കണമേ, ജീവിതത്തിൽ ഇതുപോലെ പല പ്രതിസന്ധികളും ഇപ്രകാരമാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ദാവീദ് ഏറെ വലിയ കഷ്ടത്തിലായി. 6-ാമത്തെ വാക്യം, ദാവീദ് വലിയ കഷ്ടത്തിലായി. ശ്രദ്ധിക്കണമേ, ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം തന്നെത്താൻ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിച്ചു കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഇതിൽ നിന്ന് ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ ശ്രദ്ധിച്ചേ. 3 ദൂതുകൾ പറഞ്ഞ് ഇതിലേക്ക് പ്രവേശിക്കാം. ഈ വേദപുസ്തകം വിശ്വസിക്കുന്നവർ നിങ്ങൾ ഈ ചരിത്രഭാഗം നന്നായി ശ്രദ്ധിക്കണം. എല്ലാം പോയി, ഇനി ജീവിതത്തിൽ ഒന്നുമില്ലാന്നൊരു നിസ്സഹായ ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ദൈവഭക്തൻ, തൻ്റെ കൂടെയുള്ളവർ പോലും തനിക്കെതിരായി നിന്നപ്പോൾ ഒരു ദൈവഭക്തൻ കർത്താവിൽ ബലപ്പെട്ടു, ധൈര്യപ്പെട്ടു. ഇതിനെ വളരെ ചിന്തിപ്പിച്ചു. ശ്രദ്ധിക്കണമേ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വരണമേ. ഒന്നുമില്ലെന്നുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ കർത്താവ് ധൈര്യപ്പെട്ടു. എങ്ങനെ ധൈര്യപ്പെട്ടു എന്നെ വളരെ ചിന്തിപ്പിച്ചു. 2024 പ്രതിസന്ധി വരത്തില്ലെന്നല്ല ഒരു ദൈവമക്കളോട് ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യരാണെങ്കിൽ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും വരും. എല്ലാ ജീവിതത്തിലും, വേദപുസ്തകത്തിലുള്ള എല്ലാവരുടെ ജീവിതത്തിലും ഭാരങ്ങൾ, പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്കും വന്നുകൂടാന്നല്ല, വരാതിരിക്കട്ടെ, വരണമെന്നില്ല, വരാത്തില്ലെന്നില്ല, അത് നമ്മളെ കയ്യിലല്ല. എന്നാൽ ഒരു ദൈവമക്കൾ പഠിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ഇതിൻ്റെ അപ്പുറത്ത് കഷ്ടപ്പെടുവാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ കൂടെ നിന്നവർ പോലും ദാവീദിനെ എറിയുവാൻ വേണ്ടി ഇരുന്നപ്പോൾ ആ ചാമ്പലിനകത്തിരുന്ന് ദാവീദ് കർത്താവിനോട് സംസാരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, നിലവിളിക്കുവാൻ തയ്യാറായ ഒരു ദൈവ മനുഷ്യൻ നിങ്ങൾക്ക് കാണുവാൻ കഴിയും.
ഒന്നാമത്തെ ദൂത് 2023 നിന്റെ പ്രാർത്ഥനയുടെ വീര്യം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ 2024 മടക്കി തരുന്ന പ്രാർത്ഥനാ മണ്ഡലത്തിൽ പോർമണ്ഡലമാക്കി തീർക്കേണ്ട വർഷമായി തീരട്ടെ. കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞോ. എപ്പോഴെന്നറിയാമോ? സുഖമുള്ള കാലത്ത് മാത്രമല്ല, ഭക്തൻ പാടിയതുപോലെ നഷ്ടത്തിൽ മാത്രം, സുഖമുള്ള കാലത്ത് മാത്രമല്ല, സമ്പത്ത് പെരുകിയിരിക്കുമ്പോൾ മാത്രമല്ല, ദാവീദിനെ പോലെ ഒരു ഗതിക്ക് പരഗതിയില്ലാതെ നെല്ലിപ്പയുടെ അവസാനത്തെ ഗതി വരെ എത്തി നിൽക്കുമ്പോൾ ശരീരത്തിൽ ഇനി ഇല്ലപ്പ വേദന അനുഭവിക്കുവാനെന്ന ആ നിസ്സഹായ സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മുടെ മാനുഷിക ജീവിതമായി ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഒരിക്കലും നമുക്കത് ഈ സിറ്റുവേഷൻ കഴിയുമെന്നുള്ളൊരു ഒരു ചോദ്യചിഹ്നം വരുന്നുണ്ട്. എന്നാൽ കർത്താവ് പഠിപ്പിക്കുന്ന പ്രാരംഭ സന്ദേശം എങ്ങനെയെന്നറിയുമോ? നീ നിന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി നീ ഒരു മുഴങ്കാൽ വരച്ച് ദൈവത്തോടുകൂടെ മനുഷ്യരുടെ നിലവിളിച്ച് നിന്റെ ജീവിതത്തിൽ ബലമില്ലാതെ, ദാവീദ് ബലമില്ലാതെ പോകുന്ന നിലവിളിക്കുന്നതിനേക്കാളും കർത്താവിനോട് ഇരുന്നു കൊണ്ട് ആ ധൈര്യപ്പെട്ടുകൊണ്ട് ഒരു പ്രാർത്ഥന ഇന്ന് രാത്രിക്കാലം നീ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്താൽ ഈ വർഷം ഞാൻ ഉറപ്പു തരാം, കർത്താവ് സമ്പുഷ്ടമായി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. കരങ്ങൾ ഉയർത്തി ആമേൻ പറ. അതിന് ആമേൻ പറ. ഒരിക്കൽ കൂടെ ആമേൻ പറ. ഹല്ലേലൂയ. ഒന്നാമത്തെ ദൂത്, കർത്താവ് ദാവീദ് തനിക്ക് ഉള്ള എല്ലാം പോയ ഉടനെ അവനൊരു തീരുമാനമെടുക്ക്. തൻ്റെ ശരീരത്തിൽ ബലമില്ലാത്തിടത്തോളം കാലം കർത്താവിനെ നോക്കി അവൻ നിലവിളിച്ച് കരയുവാൻ ഒരു മനോഭാവസ്ഥ അവൻ തെരഞ്ഞെടുത്തു. ഒന്നാമത്തെ ദൂത്, പ്രയർ ലൈഫ്. ഹൗ ഈസ് യുവർ പ്രയർ ലൈഫ്? ഒന്നാമത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം 2020 ശ്രദ്ധാകേന്ദ്രികമാണ്. അത് ജസ്റ്റ് ഒന്ന് കേട്ടുവിടാനുള്ളതല്ല. അത് ഞാനിങ്ങനെ പറഞ്ഞ് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. വീണ്ടും സ്ട്രെസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പ്രാർത്ഥനാ ജീവിതം നീ ഒന്നുകൂടെ ഉത്സാഹപ്പെടുത്തി അതിന് ഒരു ഉളി കൂടെ അടിച്ച് കയറ്റുമെങ്കിൽ, ഒരിക്കൽ കൂടെ അതൊന്ന് തള്ളിക്കയറ്റി അതിന് മൂർച്ചയിലേക്ക് നിങ്ങൾ കൊണ്ടുവരുമെങ്കിൽ ഞാൻ ഉറപ്പ് തരാം, ഏത് പ്രോസ്പെരിറ്റി ഗോസ്പലിനേക്കാളും ഏത് പ്രവാചകൻ നിങ്ങളെ മേൽ കൈവച്ചാലും കൈവച്ചില്ലെങ്കിലും ഞാൻ ഉറപ്പ് തരാം, 2024 അവസാനം നിൽക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ പോർമണ്ഡലത്തിൽ ചിലതൊക്കെ ജയിച്ചിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞോ. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ കടന്നു വരട്ടെ. അതിൽ നിന്ന് എന്നെ രണ്ടാമത്തെ ചിന്തിച്ച് ഭയങ്കര ഒരു മനോഹരമായ ഭയം 2024 നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതിനകത്തുണ്ട്. ഓക്കെ, ദാവീദ് തന്നെത്താൻ ധൈര്യപ്പെട്ടു. അങ്ങനെ ധൈര്യപ്പെടുമ്പോൾ ശ്രദ്ധിക്കണമേ, ഈ അങ്ങനെ ഒരു അവസ്ഥയിൽ, മാനസിക അവസ്ഥയിലല്ല ദാവീദ് നിൽക്കുന്നെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ തിരഞ്ഞെടുത്ത് വന്നാൽ ഒരു കാര്യം എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. യാക്കോബിൻ്റെ പിൻസന്തതികൾക്ക് യാക്കോബ് ഒരു പഠനം നടത്തി കൊടുത്തിട്ട് പോയി. എങ്ങനെ ജോസഫ് തൻ്റെ കൊച്ചുമക്കളും തന്നെ കാണാൻ വരുന്നെന്ന് അറിഞ്ഞിട്ട് ബലഹീന അവസ്ഥ കിടരോഗിയായിരുന്ന യാക്കോബ് ജോസഫ് വരുന്നെന്ന് അറിഞ്ഞിട്ട് അതിനു മുൻപേ കട്ടിൽ താൻ തന്നെ എഴുന്നേറ്റിരുന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്നു, ഇസ്രായേൽ തന്നെ താൻ ബലപ്പെടുത്തി എഴുന്നേറ്റ് കട്ടിൽമേൽ ഇരുന്നു. ജോസഫ് വന്ന് കണ്ടപ്പോൾ കിടരോഗി ആയിട്ടല്ല യാക്കോബിനെ കാണുന്നത്, എഴുന്നേറ്റിരിക്കുന്ന ഒരു പിതാവിനെ എത്രയോ കണ്ടത്. കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. പലപ്പോഴും 2024 രണ്ടാമത്തെ സന്ദേശം, തന്നെ താൻ ധൈര്യപ്പെടുവാൻ ഒരു മാനവ അവസ്ഥ നിന്റെ ജീവിതത്തിൽ വേണം. നിസ്സഹയായി നിൽക്കുമ്പോൾ, ഭാരങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ അയ്യോ എന്ന് നിലവിളിക്കുന്നത് നേരെ മറിച്ച് ഒന്നാമതായി ഞാൻ പറഞ്ഞതുപോലെ അടുത്തതായിട്ട് കർത്താവേ നീ അല്ലാതെ ഒരു ആശ്രയം ഇല്ലപ്പാ എനിക്ക്. നാം സമർപ്പണ പാട്ട് ഗാനം പാടിയതുപോലെ മരണദിനം വരും വരെയും ഞാൻ നിന്റെ ആശ്രയിച്ച് കാത്തിരിക്കുന്നു എന്ന ഒരു ദൈവഭക്തന്റെ കണ്ണുനീര് ഒടുക്കുമെങ്കിൽ ഞാൻ പറയാം, നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു ക്രിസ്തു നിന്നോട് കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തി ആമേൻ പറയാം. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്നപ്പോൾ എന്നെ ചിന്തിച്ച ഭാഗം മൂന്നാമത്തെ ദൂത്. ഒന്നാമത്തെ ദൂത് പ്രാർത്ഥനയുടെ പോർമണ്ഡലത്തിലേക്ക് 2024 വർഷം സഭ ഒരുമിച്ച് കയറണം. രണ്ടാമത്തെ ദൂത്, നിങ്ങളൊരു പ്രവാചകനെ തേടി പോകേണ്ട കാര്യമല്ല. ദാവീദ് തന്നെ താൻ ബലപ്പെടുത്തിയതുപോലെ ചില കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട്, ഭർത്താവിന് വേണ്ടിയിട്ട്, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഓൺലൈനിൽ കേൾക്കുന്നവർ ശ്രദ്ധിച്ചോ, പ്രതിസന്ധികൾ കയറികൾ തന്നെ താൻ ബലപ്പെടുത്തിക്കോ. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറും. മൂന്നാമത് നിങ്ങൾ ചിന്തിച്ചേ, ദാവീദിന് ഒരു കാര്യം ഉറപ്പു തരാം, இந்த தண்டை பின்தொடர்ந்து போ സകലത്തെയും തിരുപ്പിക്കൊള്ളുവായും. ഇതിനെ പിന്തുടരുക, സകലം നിങ്ങൾക്ക് മടക്കി തരുമെന്ന് കർത്താവ് വെളിപ്പെടുത്തി. ഞാൻ വായിച്ച് കേൾപ്പിക്കാത്ത സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വായിച്ച് കേൾപ്പിക്കാത്ത. നിങ്ങൾക്ക് എല്ലാവർക്കും മനപ്പാടമല്ലാണല്ലോ ഈ വചനങ്ങൾ. അപ്പോൾ കർത്താവിനോട്, അപ്പോൾ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദാവീദിന് ഒരു കാര്യം മനസ്സിലാക്കുക, തന്നെ താൻ സ്ഥിരപ്പെടുത്തിയതിനു ശേഷം ദാവീദിന് ഒരു കാര്യം, അത് നിങ്ങൾ വായിക്കാമോ? 7-ാമത്തെ വാക്യം. ദാവീദ്
അഹിമേലെക്കിന്റെ മകനായ യെസ് ആബദ്യർ പുരോഹിതനോട് യെസ് ഏഫോദ് ഇവിടെ കടന്നു കൊണ്ടുവരിക എന്ന് പറഞ്ഞു. മതി ശ്രദ്ധിക്കണമേ. ഈ പ്രതിസന്ധി നിന്നപ്പോൾ ദാവീദ് തന്നെത്താൻ ധൈര്യപ്പെട്ടതിന് ശേഷം, പ്ലീസ് എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ, ദാവീദ് തന്നെത്താൻ ധൈര്യപ്പെട്ടതിന് ശേഷം ദാവീദിന് ഒരു കാര്യം വ്യക്തമായി അറിയാമായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടത്, ധൈര്യപ്പെട്ടതിന് ശേഷം എനിക്ക് വേണ്ടത് മനുഷ്യരുടെ ബുദ്ധിയല്ല, എനിക്ക് വേണ്ടത് ദൈവത്തിന്റെ ആ കൃപ പ്രാപിച്ച ദൈവമക്കൾക്കറിയാം, അത് യേശു കർത്താവിന്റെ നാമത്തിൽ ഏറ്റവും അഭിഷേകത്തിന്റെ അങ്കിയെ, തേജസ്സിന്റെ അങ്കിയെ ദാവീദ് വിളിച്ചു വരുത്തുന്നു. തന്റെ സാന്നിധ്യത്തിലേക്ക് അടുപ്പിക്കാൻ ദാവീദ് വിളിച്ചു വരുത്തുന്നു. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ദാവീദിന് ഒരു കാര്യം മനസ്സിലായി. തന്നെ താൻ ധൈര്യപ്പെട്ടതിന് ശേഷം അവനൊരു ഉറപ്പ് തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവ തേജസ്സോട് അവനിൽ ഇറങ്ങിക്കഴിഞ്ഞ ധൈര്യപ്പെട്ടതിന് ശേഷം അവൻ ഏറ്റവും ആവശ്യപ്പെട്ടത് ഒരു പുരോഹിതന്റെ സാന്നിധ്യമല്ല, ഒരു പ്രവാചകന്റെ സാന്നിധ്യമല്ല, തന്റെ സ്വന്തം സാന്നിധ്യം. അവൻ തേജോരൂപനായി ഒരുവനെ അവൻ വിളിച്ചു വരുത്തുന്ന ഒരു മനോഹരമായ വാക്യം നിങ്ങൾ കാണുവാൻ കഴിയും. എങ്ങനെ? ഇതാ നിങ്ങൾ നോക്കണമേ, അമാലേക്യരുടെ സൈന്യത്തിൽ നിന്നും തന്നെ ഒരുത്തനെ തന്റെ സൈന്യത്തിലേക്ക് വിളിച്ചു വരുന്ന ഒരു ദാവീദിനെ നിങ്ങൾ കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞു പോകാം, ആ അധ്യായം മുഴുവനും ഞാൻ പറഞ്ഞു പോകാം. നിങ്ങൾ ശ്രദ്ധിക്കണമേ, എങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഇന്ത തണ്ടை പിന്തുടർന്നു പോ, നീ ഇത് തന്നെ പിന്തുടരുക, സകലം നിനക്ക് തിരികെ പ്രാപിക്കുമെന്ന ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായപ്പോൾ ഒരിക്കൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരോട് ഇവരെ പിന്തുടരുക എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ പോകേണ്ടെന്ന് അറിയത്തില്ല. ദാവീദിന് ഒരു കാര്യം അറിയാമായിരുന്നു, ദൈവത്തിന്റെ തേജസ് അണിഞ്ഞ ഉടനെ അവിടെ നിന്ന് എതിർവശത്ത് നിന്ന് ശത്രുക്കളിൽ നിന്ന് ഒരുത്തനെ തന്റെ പാളയത്തിലേക്ക് കർത്താവ് വിട്ടുകൊടുത്തു. ആമേൻ. മനോഹരമാണ് ഈ വാക്യങ്ങൾ. വാക്യം വായിച്ചിട്ടുള്ളവർക്കറിയാം. പുതിയതായി കേൾക്കുന്നവർക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ 1 ശമൂവേൽ 30-ാം വാക്യത്തിന്റെ 30-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ തുടർന്ന് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതുപോലെയാണ് ജീവിതത്തിൽ പലപ്പോഴും സിസ്റ്റർ, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവരെല്ലാം ഒറ്റപ്പെടുത്തി നിങ്ങൾ തള്ളിക്കളയുമ്പോൾ നിങ്ങൾ ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്ക് ധൈര്യം അനുഭവിക്കണം. ഒറ്റയ്ക്ക് പ്രാർത്ഥന മുറിയിലേക്ക് കയറി, ഞാൻ പറഞ്ഞു വരുന്നത് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, കാര്യങ്ങൾ ആമേൻ പറഞ്ഞോ, ഹല്ലേലൂയ. ഇപ്പോൾ 2024 നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ ചിലതൊക്കെയും ഒറ്റയ്ക്ക് നിന്ന് ധൈര്യപ്പെടാൻ, ക്രിസ്തുവിൽ ധൈര്യപ്പെടുക. ക്രിസ്തുവിൽ ധൈര്യപ്പെട്ടതിന് ശേഷം ദൈവ സാന്നിധ്യം അനുഭവിച്ച് അഭിഷേകത്തിന്റെ ആ പുതപ്പൊന്ന് ശരീരത്തിൽ പ്രാപിച്ചതിന് ശേഷം അടുത്ത സെക്കൻഡ് നിങ്ങൾ കാണുന്നത് ആരോ ഒരാൾ വന്ന് നിങ്ങളോട് ചോദിക്കും. ഇതിനെ കുറിച്ച് വായിക്കണമെങ്കിൽ തൊട്ടടുത്തടുത്ത വചനങ്ങൾ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. ദാവീദ് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, അവൻ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. തന്റെ പാളയത്തിൽ അമലേക്കെന്ന് ഒരുത്തനെ കർത്താവ് അവന്റെ മുൻപിൽ ഇട്ട് കൊടുത്തു. അവൻ തിരിച്ചു പറയുന്നു, എങ്ങനെയെന്നറിയാമോ? എങ്ങോട്ടാ പോകേണ്ടതെന്ന് ദാവീദ് അവനോട് ചോദിച്ച്, അവർ എവിടെയെന്ന് ദാവീദ് അവനോട് ചോദിക്കുന്ന ഒരു മനോഹര ഭാഗ്യം നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. അർത്ഥം ഇത്രയേ ഉള്ളൂ സിസ്റ്റർ. ജീവിതത്തിൽ എന്തെങ്കിലും നിരാശകൾ ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ ക്ഷമയോടെ കർത്താവിന്റെ നാമത്തിൽ ധൈര്യപ്പെട്ട് മുൻപോട്ട് പോകുക. നാളുകൾ വിദൂരമല്ല, അവനെ കൊണ്ട് തന്നെ നിനക്ക് നന്മ തരുവത്തക്കവണ്ണം നിനക്ക് ദർശനങ്ങൾ, വെളിപ്പാട് 2024 കർത്താവ് തന്നിരിക്കും. കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞോ. കർത്താവ് തന്നിരിക്കും. ഞാൻ പറയുന്നത് വെറുതെയല്ല. നിങ്ങൾ വേദപുസ്തകമായി ഇന്ന് കിടക്കുക, ഉറങ്ങുന്നതിന് മുൻപ് ദയവായി നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ 30-ാമത്തെ അധ്യായം വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ആർ നിനക്കെതിരായി നിന്നോ അവരിൽ നിന്ന് ചിലതൊക്കെയും നിന്റെ ഭാഗത്തിലേക്ക് കർത്താവ് വിട്ടുതരും. ഇട്ട് തന്നിട്ട് നിന്റെ വെളിപ്പാടും ദർശനം മാറാതിരിക്കാൻ അവരിൽ തന്നെ വഴി കാണിക്കുന്ന ഒരു നിങ്ങൾക്ക് കർത്താവിനെ കാണുവാൻ കഴിയും. ഇങ്ങനെ പറഞ്ഞു വരുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണും. കർത്താവ് തിരികെ പിടിച്ചോ ഇല്ലയോ? ദാവീദ് സകലത്തെയും തിരികെ പ്രാപിച്ചു എന്ന പോലെ ഞാൻ പറയട്ടെ, ഇത് ദാവീദിന്റെ ചരിത്രം മാത്രമല്ല. യോബിനെ നോക്കിക്കേ, സകലതും ഉണ്ടായിരുന്നു. അവസാനം ഒരു ഓട്ടുകഷ്ണം മാത്രമിരുന്നു. ഞാൻ ഒരു ദിവസം പുറത്തേക്ക് വരും, അന്ന് ഞാൻ പൊന്നുപോലെ വിളങ്ങുമെന്ന് പ്രത്യാശ ദൈവഭക്തൻ കൈവിട്ടില്ല. മടക്കി കൊടുത്തു കർത്താവ്, മടക്കി കൊടുത്തു, സകലവും മടക്കി കൊടുത്തു. അപ്പൊ ജീവിതത്തിലും ഈ രണ്ട് കഥാപാത്രങ്ങൾ, ഈ രണ്ട് വ്യക്തി ജീവിതങ്ങളെ നിങ്ങൾ ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. എന്താണ് മനസ്സിലായത്? ഒരിക്കലും പ്രത്യാശ ഒരു ദൈവത്തിൽ കൈവിടരുത്. തന്നെ താൻ ഒറ്റയ്ക്കായിരിക്കുന്ന സിറ്റുവേഷൻ തന്നെ താൻ സ്ഥിരപ്പെടുത്തുവാൻ 2020 കാരോട് കൃപാസനം ആലയത്തിന് ദൈവം സഹായിക്കട്ടെ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ആശംസിക്കുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നിങ്ങൾ കരയേണ്ട, വിലപിക്കേണ്ട നിമിഷങ്ങൾ ഇനി ഒരിക്കലും വിളവരുത്താതെ വണ്ണം ശത്രുവിന്റെ പാളയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ കരഞ്ഞു വിലപിളിച്ച ഒരുപാട് ദിവസങ്ങൾ 2023 കാണുമായിരിക്കും സഹോദരി. എന്നാൽ ഇന്ന് രാത്രിക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ സ്വന്തമായിട്ട്, നിങ്ങൾ സ്വയശുദ്ധമായ ശൈലി നിങ്ങൾ ധൈര്യപ്പെടുവാൻ ശ്രമിച്ചാൽ യോബിനെ പോലെ ഒരു ദിവസം കർത്താവ് മടക്കി തരുന്നത് കർത്താവാണ്. ഹല്ലേലൂയ. ഓക്കെ, എൻ്റെ ഭാഗത്തിലേക്ക് കടന്നു വരാം. വായിച്ച വചനം. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം ബേസ് ലൈൻ പിടി കിട്ടി. കർത്താവ് ഒരുവനെ പണിയണമെന്ന് ആഗ്രഹിച്ചാൽ എന്താണ്? പണിയണമെന്ന് ആഗ്രഹിച്ചാൽ കർത്താവ് നിർബന്ധമായും അവനെ ഏത് പ്രതിസന്ധിയിൽ കൂടി പോയിക്കൊണ്ടിരുന്നാലും കർത്താവ് പണിഞ്ഞിരിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ആശ. അതിനു വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ദാവീദിനെ കോട്ട് ചെയ്യുന്നത്. ഞാൻ
ഓക്കെ, എന്തൊക്കെയാണ് 2024 കർത്താവ് 7 കാര്യങ്ങളെ നിങ്ങൾക്ക് കർത്താവ് നൽകി തരും. ഞാൻ വിശ്വസിക്കുന്നു 7 കാര്യങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകി തരുമെന്ന് ഉറപ്പ് തരിക. അവൻ നിങ്ങൾക്ക് വേണ്ടി പണിയുന്ന, നിങ്ങൾക്ക് വേണ്ടി 7 കാര്യങ്ങളെ അവൻ നിങ്ങൾക്കായി ഒരുക്കുവാൻ പോകുന്നു. ഒന്നാമതായി വായിക്കാമോ? സങ്കീർത്തന പുസ്തകം 132 സങ്കീർത്തനം 17 വാക്യം. സങ്കീർത്തനം 132 സങ്കീർത്തനം 17 വാക്യം. അവിടെ ഞാൻ ദാവീദിനൊരു കൊമ്പ് മുളപ്പിക്കും, എന്റെ അഭിഷക്തനൊരു ദീപം ഒരുക്കിയിട്ടുണ്ട്. എന്റെ അഭിഷക്തനൊരു, ദാവീദിനൊരു കൊമ്പ് മുളപ്പിക്കും, എന്റെ അഭിഷക്തനൊരു ദീപം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും എന്നെ ശ്രദ്ധിച്ചേ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ പ്രോസ്പെരിറ്റി മെസ്സേജ് ആണ്. ഇത് ഭയങ്കര ഒരു എന്നെ ടച്ച് ചെയ്ത ഒരു മെസ്സേജാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് പരിശുദ്ധാത്മ നിങ്ങൾക്ക് നൽകി തരുന്നത്. ദാവീദിനൊരു കൊമ്പ് മുളപ്പിക്കും. രണ്ടാമതായി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ദീപത്തെ കത്തിക്കും. വേദപുസ്തകത്തിൽ ഇപ്രകാരമുണ്ട്, നിങ്ങളെ ദീപത്തെ അവൻ കത്തിക്കുമെന്നുള്ള ഒരു വാക്യമുണ്ട്. 2024 ഇത് കാണിക്കുന്ന ഒരു മനോഹരമായ ഭാഗമുണ്ട് സഹോദരികളെ. ഇപ്രകാരമാണ്: ഇരുട്ടിലൂടെ പോകുന്ന നിരവധി തവണകൾ 2024 വരത്തില്ലെന്ന് പഠിപ്പിക്കുന്ന പ്രഭാഷണമല്ല ഞാൻ. വരും. എന്നാൽ എൻ്റെ പ്രഭാഷണത്തിൻ്റെ ശൈലി നിങ്ങൾ മനസ്സിലാക്കണം. നീ അവനോട് അണയുമ്പോൾ അവൻ നിന്നോട് ചേർന്ന് വരും, അവിടെ പ്രകാശമുണ്ടാകും. വാസ്തവത്തിൽ നാനേ ജീവ ഒളിയുമായിരിக்கிறேன். ആമേൻ. ഞാനാണ് വാസ്തവത്തിൽ ജീവന്റെ ഒളി എന്ന് പറഞ്ഞ കർത്താവ്. നീ അവനോട് അടുക്കും തോറും അവൻ നിന്നിലേക്ക് അടുക്കും. യാക്കോബ് പറയുന്നു, നീ അവനിൽ വസിച്ചാൽ അവൻ നിന്നിൽ വസിക്കും, നീ അവനോടിരുന്നാൽ അവൻ നിന്നോടിരിക്കുമെന്നാണ് യാക്കോബ് പറയുന്നത്. ഇപ്രകാരം വേദപുസ്തകത്തിന് പ്രമാണം അനുസരിച്ച് നോക്കിയാൽ നീ ഈ നാളുകളിൽ ഇരുട്ടിൽ പോകത്തില്ലെന്നല്ല, ഇരുട്ടിൽ പോകേണ്ട ഇട വരുത്തുന്നതിന് മുൻപേ ഒരു ദീപത്തെ കർത്താവ്, ദ ടോർച്ച് എന്നതുപോലെ 2024 നിന്റെ പുറകെ വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഇപ്പൊ ഇവിടെ ഇരുട്ടില്ലെന്നല്ല, ശ്രദ്ധിക്കണമേ, ഇപ്പൊ ഇവിടെ ഇരുട്ടുണ്ട്. അപ്പൊ ഇരുട്ട് കാണാത്തതിന്റെ കാര്യം എന്നാണ്? ഈ ബൾബ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ നിങ്ങൾ ഇരുട്ടിനെ കാണാത്തത് കൊണ്ട്. ഒരിക്കലും നിങ്ങൾ അതുപോലെ അങ്ങ് ജീവിതത്തെ ചിന്തിച്ചാൽ മതി സഹോദരി. ഒരിക്കലും ഇരുട്ടില്ലെന്നല്ല. അല്പസമയം നമ്മൾ കണ്ണുകളടച്ചാൽ ഇരുട്ട് നമ്മളെ മൂടിക്കളയും. ആമേ, ഇരുട്ട് നമ്മളെ മൂടിക്കളയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കർത്താവ് ഇന്ന് രാത്രികാലം വ്യക്തമായിട്ട് ഈ സന്ദേശം കൈമാറുന്നു. 2024 എപ്പോഴും നിന്റെ പുറകെ കത്തിക്കുന്നുള്ള എന്റെ ദീപത്തെ കത്തിക്കുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത് പോലെ ദാവീദിനൊരു കൊമ്പ് മുളപ്പിക്കും, അവന്റെ ദീപം ഞാൻ അവന് വേണ്ടി ഒരു ദീപം ഒരുക്കെന്ന് പറഞ്ഞതുപോലെ കരങ്ങൾ ഉയർത്തി വചനത്തിൽ നിന്ന് സ്വീകരിക്കുമോ? അപ്പാ, എനിക്ക് വേണ്ടി ഒരു ദീപത്തെ നീ 2024 ഒരുക്കുന്ന കൃപകൾക്കായി ഒന്ന് നന്ദി എന്ന് പറ. രണ്ടാമതായി, നിങ്ങൾക്കൊരു പാർപ്പിടം അവൻ ഈ ലോകത്തിൽ ഒരുക്കുവാൻ പോകുന്നു. ഈ ഓൺലൈൻ കേൾക്കുന്നവർ ആരെങ്കിലും ഭവനമില്ലാത്തവർ ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്, അവൻ ഒരു പാർപ്പിടം, അവനൊരു ഭവനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ 2024 ഒരുക്കുമെന്ന് വിശ്വസിക്കുന്നു. വായിക്കുമോ? സങ്കീർത്തന പുസ്തകം 68 10 വാക്യം. സങ്കീർത്തന പുസ്തകം 68 വാക്യം. സിസ്റ്റർ വായിക്കോ? നിന്റെ കൂട്ടമതിൽ പാർത്തു, ദൈവമേ നിന്റെ ദയാൽ. നിന്റെ കൂട്ടമതിൽ പാർത്തു, ദൈവമേ നിന്റെ ദയ. നീ അത് എളിയവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. നീ അത് എളിയവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. എന്നെ ശ്രദ്ധിച്ചേ. ഒന്നാമതായി ഞാൻ പറഞ്ഞത് അഭിഷക്തന്മാർക്ക് വേണ്ടിയിട്ടാണ്. അഭിഷക്തന്മാർക്ക് വേണ്ടിയിട്ട് അവനൊരു കൊമ്പ് മുളപ്പിക്കും, അവൻ ദീപത്തെ കത്തിക്കും. രണ്ടാമതായി എളിയവർക്ക് വേണ്ടിയിട്ട്. ഇത് ഭയങ്കരമായിട്ട് എന്നെ ചിന്തിച്ചു. പണം ഉള്ളവന് വീട് വയ്ക്കാൻ കർത്താവിൻ്റെ സഹായം വേണ്ടായിരിക്കും, ചിലപ്പോൾ അവൻ വീട് വയ്ക്കുമായിരിക്കും. എന്നാൽ എളിയവർക്ക് കർത്താവിൻ്റെ സാന്നിധ്യവും സന്തോഷവും പരിപൂർണതയും എപ്പോഴും ആവശ്യമാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? കർത്താവിൻ്റെ സാന്നിധ്യം നമുക്കെല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നാം എളിയവരാണ്. എളിയവർക്ക് കർത്താവിൻ്റെ സാന്നിധ്യമില്ലാതെ ഒരു പാർപ്പിടം പണിയുവാൻ കഴിയത്തില്ല. എന്ന പോലെ ഓൺലൈൻ കേൾക്കുന്നവർക്ക് ഞാൻ കൈമാറട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പാർപ്പിടമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, 2024 നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ഭവനമുണ്ട്. നിത്യഭവനത്തേക്ക് കുറിച്ച് ഞാൻ 7ാമതായി കടന്നു വരും. അതിനു മുൻപേ ഈ 2ാമതായി പറയുന്ന പാർപ്പിടം എന്ന് പറയുന്നത് 2023 ഒരുപാട് ദിവസം നിങ്ങൾ ആഗ്രഹിച്ചിട്ടും കൊതിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു 2024 തന്റെ എളിയവർക്ക് വേണ്ടിയിട്ടൊരു പാർപ്പിടം തരുവാൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞോ. ഹല്ലേലൂയ. മൂന്നാമതായി, ജസ്റ്റ് ഒന്ന് തൊട്ടുപോകുന്ന സമയം, മൂന്നാമതായി അവൻ നിങ്ങൾക്ക് വേണ്ടി 2024 ഒരു വഴി ഒരുക്കുവാൻ പോകുന്നു. എന്നെ ആരും മിസ് ചെയ്യരുത്, കൂടെ വരണം, എൻ്റെ കൂടെ വരണം. ഒന്നാമതായി അവൻ ദീപത്തെ നമുക്ക് വേണ്ടി ഒരു ദീപം ഒരുക്കുന്നു, അല്ലെങ്കിൽ ദീപത്തെ കത്തിക്കുന്നു. രണ്ടാമതായി അവനൊരു പാർപ്പിടം നമുക്ക് വേണ്ടി ഒരുക്കുന്നു. മൂന്നാമതായി അവനൊരു വഴി ഒരുക്കുന്നു. യെശയ്യാ പ്രവചന പുസ്തകം 57 വാക്യം വായിച്ചാൽ, ഇത് നിങ്ങൾ ഓരോ വചനവും വായിക്കുമ്പോൾ നിങ്ങളൊന്ന് കേന്ദ്രീകരിച്ച് മനസ്സിൻ്റെ അകത്ത് ഒന്ന് കുറിച്ചിടണം, ഒന്ന് കൊത്തിയിടണം. കർത്താവേ, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് 2024 നടക്കണമെന്ന് വളരെ പ്രാർത്ഥനയോടെ തന്നെ നിങ്ങളായിരിക്കുക. കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ. യെശയ്യാ പ്രവചന പുസ്തകം 57 14 വാക്യം. നികത്തുവിൻ
നികത്തുവേൻ, യെസ്, വഴി ഒരുക്കുവേൻ, വഴി ഒരുക്കുവിൻ, എന്റെ ജനത്തിന്റെ വഴിയിൽ നിന്ന് എന്റെ ജനത്തിന്റെ വഴിയിൽ നിന്ന് ഇടർച്ച നീക്കിക്കളയുവേൻ, ഇടച്ച നീക്കി കളയുവൻ. ആമേൻ. മതി മതി മതി. ശ്രദ്ധിക്കണമേ, വഴി ഒരുക്കുന്ന ഒരു കർത്താവിനെ കർത്താവ് തരുവാൻ പോകുന്നു. ഇതിനെക്കുറിച്ച് അല്പസമയം ഞാൻ ഇന്ന് വൈകുന്നേരം സംസാരിക്കുമ്പോൾ കർത്താവ് വ്യക്തമായിട്ട് ഇടപെട്ടു. വൈകുന്നേരം ഞാൻ ഒരു 6 മണിയോടെ ഭവനത്തിലേക്ക് കടന്നു വന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥന മുറിയിലേക്ക് കയറി അല്പസം വേദപുസ്തകം തുറന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ കർത്താവ് ആദ്യം തന്ന ദൂതാണ് ഈ മൂന്നാമത് ഞാൻ പറയുന്ന വഴി ഒരുക്കുമെന്നുള്ള ദൂത്. ഞാൻ ചോദിച്ചു, എന്തപ്പാ ഇത് ആദ്യമായിട്ട് തരുന്ന? കർത്താവ് ഇപ്രകാരം പഠിപ്പിച്ചു, ചില തടസ്സങ്ങളെ കൊണ്ടുവരുന്ന പൈശാചിക മണ്ഡലത്തിലെ 2021 നിങ്ങൾ കാണേണ്ടി വന്നാലും സഭയോട് പറയുക, ഉറച്ചു നിൽക്കുക. അതിൻ്റെ പുറകിൽ സഖരിയ പ്രവാചകൻ ഇതാ വഴി ഒരുക്കുവാൻ പോയി. യേശു കർത്താവിന് വഴി ഒരുക്കുവാൻ യോഹന്നാൻ സ്നാപകനെ അകത്തേക്ക് പ്രവേശിക്കുമെന്ന് അറിഞ്ഞ കർത്താവ് ഇതാ സഖരിയയിലൂടെ എലിസബത്ത് സകലകൂടി അവിടെ വഴിയെ നിരപ്പാക്കുവാൻ വേണ്ടിയിട്ട് മറഞ്ഞിരുന്ന ഒരാളോടുകൂടി ഇത്രയോ ദമ്പതികളില്ലാത്ത ഒരുത്തനോടുകൂടി ഊമയാക്കി അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഗംഭീരമായിട്ടിരുന്ന് പ്രൗഢഗംഭീരമായിട്ട് ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്ക് സഖരിയ പ്രവാചകൻ അകത്തേക്ക് ധൂപം കാട്ടി അകത്തേക്ക് പ്രവേശിച്ചു. എന്നാൽ പുറത്തേക്ക് വരുമ്പോൾ മൗനതയോടുകൂടി ശബ്ദിക്കാൻ കഴിയാതെ മൗനമായിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ഇതാ ഒരു സ്ഥലത്ത് എലിസബത്തിന്റെ വയറിൻ്റെ അകത്തിരുന്ന കുഞ്ഞ് ആഘോഷിക്കുകയായിരുന്നു. ചിലപ്പോഴൊക്കെ സഖരിയാവേ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ഊമനായിരുന്ന സഖരിയാവേ നിനക്ക് മനസ്സിലാകത്തില്ല ഇതിന്റെ പുറഭാഗത്ത് എന്താണ് ചലിക്കുന്നത്. എന്നാൽ ഇതാ എലിസബത്തിന്റെ വയറിൻ്റെ അകത്ത് ആ ദർശനം ഉളവായി കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, മറിയ വന്ന് വാഴ്ത്തുന്നതിന് മുൻപേ എലിസബത്തിന് ദർശനം ഉരുവായി കഴിഞ്ഞു. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയുന്ന പകൽക്കാലം? ഇന്ന് രാത്രികാലം കർത്താവിനോട് പറ, അവൻ എനിക്ക് വേണ്ടി ഒരു വഴി ഒരുക്കിയിരിക്കും. അതുകൊണ്ടാണ് പുതിയ നിയമം പറയുന്നത്, അത് ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, ഒരു കാതുകളും അത് കേട്ടിട്ടില്ല. നോ ഹാർട്ട് കാൻ കൺസീവ്ഡ് ഇറ്റ്. ഒരു ഹൃദയത്തിനകത്ത് അത് തോന്നിയിട്ടുമില്ല. കാരണം എന്താണെന്നറിയാമോ? അവൻ ക്രൂശീകരണത്തോടനുബന്ധിച്ച് പൗലോസ് ആ വചനം പറയുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, ആ ക്രൂശിൽ കണ്ട രക്ഷ നിങ്ങൾ പ്രാപിച്ചത് കൊണ്ട് ഇത് അവർക്കറിയത്തില്ല. ആർക്കറിയത്തില്ല? അത് നമ്മുടെ അനുഗ്രഹ സമൃദ്ധിക്ക് പറഞ്ഞ വാക്യമല്ല പൗലോസ്. അതിന് പിന്നാലെ തൊട്ട് അപ്പുറത്തും വായിച്ചാൽ മനസ്സിലാകും, ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ രക്ഷ പ്രാപിച്ചത്. ഇത് ആർക്കും ഈ കണ്ണുകൊണ്ട് കാണത്തില്ല, ഒരു ചെവി കൊണ്ട് ഇത് കേൾക്കാൻ കഴിയത്തില്ല, ഒരു ഹൃദയത്തിന് തോന്നാത്തതാണ്. ക്രൂശിന്റെ രക്തത്തിന്റെ സാന്നിധ്യം കൊണ്ട് നമുക്ക് തന്ന രക്ഷ. എത്ര പേർക്ക് മനസ്സിലാകും ഇന്നത്തെ ദൂത്? ഞാൻ പറയുന്ന വഴി ഒരുക്കെന്ന് പറയുമ്പോൾ ഇന്ന് ചിലപ്പോൾ സിസ്റ്റർ കലണ്ടർ മാത്രമേ മാറിയിട്ടുള്ളൂ. ഓരോരുത്തരോടും വിരൽ ചൂണ്ടി പ്രവചിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ മൊത്തത്തിൽ അങ്ങ് പ്രവചിച്ച് പ്രൊഫസ് ചെയ്ത് പറയാം. ഇന്ന് രാത്രികാലം കടന്നു വന്നവർക്കായി സ്തോത്രം. ഇതൊരു അനുഗ്രഹമാണ്, ബ്ലെസ്സിംഗ് ആണ്. കടന്നു വരാത്തവർക്ക് വലിയൊരു നഷ്ടമെന്ന് ഞാൻ കരുതുന്നു. കടന്നു വന്നവർ കടന്നു വരാത്തവരോട് പറയാം, ഞാൻ ബ്ലെസ് ചെയ്തൊന്ന് പറയട്ടെ. ഒരിക്കൽ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ കലണ്ടർ മാത്രമേ മാറിയുള്ളൂ, 1-ാം തീയതിയായി, 2-ാം തീയതിയായി, 3-ാം തീയതിയായി, 4-ാം തീയതിയായി എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്നുവോ? നോ, നിങ്ങൾക്ക് വേണ്ടി വഴി ഒരുക്കുന്നവൻ പുറഭാഗത്തുണ്ട്. നിങ്ങളത് കാണുന്നില്ലെന്ന് മാത്രമാണ്. നിങ്ങളുടെ മാനുഷിക കണ്ണുകൊണ്ട് ഭാരങ്ങളെല്ലാം പ്രയാസങ്ങൾ കയറി വരുമ്പോൾ നിങ്ങളത് ഭാരത്തിനകത്ത് എടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് അത് സാന്നിധ്യത്തോടെ ഇന്ന് രാത്രികാലം മുതൽ ഈ സന്ദേശം നിങ്ങൾക്ക് നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് ഭവനത്തിൽ പോയി, കർത്താവ് നീ എനിക്ക് വേണ്ടി ദീപത്തെ കത്തിച്ചു, എനിക്ക് വേണ്ടി ഒരു വഴി ഒരുക്കുന്ന കർത്താവാണെങ്കിൽ എനിക്കിനി ഭാരപ്പെടേണ്ട കാര്യമില്ലെന്ന് കർത്താവിനോട് സന്തോഷ ഗാനങ്ങൾ പാടി പ്രത്യാശ ഗാനങ്ങൾ ഭവനത്തിൽ നിന്ന് ഉയരുമ്പോൾ ഞാൻ പറയട്ടെ, 2023 ഭയങ്കര സന്തോഷത്തിന്റെ ദിനങ്ങളായി തീരട്ടെ. കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞോ. അയ്യോ, സമയം പോയി. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്തതായി നാലാമതായി വായിക്കാമോ? സങ്കീർത്തനം 65:9 വാക്യം. സങ്കീർത്തനം 65:9. യെസ്. നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. എത്ര പേർക്ക് മനസ്സിലായെന്നറിയില്ല. ഒറ്റ വാക്യം കൊണ്ട് പറയാം. നിങ്ങൾ മുൻഭാഗത്തും പുറഭാഗത്തും വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി നിന്നവർക്ക് എഴുതി അങ്ങിടാം. ചുറ്റുപാടുകളെ ഒരുക്കി നമുക്ക് നന്മ കൊണ്ട് അലങ്കരിക്കുന്ന വർഷം. അങ്ങനെയാണ് കർത്താവ് പറയുന്നത്. ചുറ്റുപാടുകളെ. ഇപ്പൊ മനസ്സിലായല്ലോ? ആ വചനത്തിൽ ഒറ്റ വാക്യമുള്ളൂ. സിസ്റ്റർ വായിച്ച വചനത്തിൽ ഒറ്റ വാക്കിൽ നിങ്ങൾ നിർത്താൻ കഴിയും. അതൊരു വലിയ വചനമാണ്. 2 വചനങ്ങൾ തുടർന്ന് വായിക്കുക. എന്നാൽ ഒറ്റ വാക്കിൽ നിർത്തിക്കോ. ചുറ്റുപാടുകളെ ഒരുക്കി നിന്നെ നന്മ കൊണ്ട് ഈ വർഷത്തെ അലങ്കരിക്കാൻ പോകുന്നു. കരമുയർത്തി ആമേനപ്പ എന്നൊന്ന് പറഞ്ഞോ. ആമേനപ്പ. എങ്ങനെയെന്നറിയാമോ? നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. ഭൂമിയെ ഒരുക്കി തരുന്ന ദൈവം. ചില ചുറ്റുപാടുകൾ, മക്കളെ പഠനത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവർ, ഭാരപ്പെടുന്നവർ, അകലങ്ങളായി
ആയിരിക്കുന്ന സഹോദരൻ ഓർത്ത് ഭാരപ്പെടുന്നവർ ഇന്ന് രാത്രി കാലം ഞാൻ പ്രോഫസ് ചെയ്ത് പറയട്ടെ, അനുഗ്രഹിച്ച് പറയട്ടെ, ചുറ്റുപാടുകളെ അനുകൂലതയിലേക്ക് കർത്താവ് കൊണ്ടുവരുവാൻ പോകുന്നു. ചുറ്റുപാടുകളെ അനുകൂലതയിലേക്ക്. എനിക്കറിയില്ല, വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയെന്നറിയാമോ? കുടുംബത്തിൻ്റെ സിറ്റുവേഷൻസ് ഒരിക്കലും നന്നായി പോകാതിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നിനക്ക് പരിചയമില്ലാത്ത ചുറ്റുപാടുകളെ അതിനുവേണ്ടി ഒരുക്കി നിന്റെ നിലങ്ങളെയും വിളയിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. കരങ്ങളെ ഉയർത്തി ആമേൻ പറഞ്ഞോ. ഇതിന്റെ വചനം എന്നെ വല്ലാതെ ശ്രദ്ധിച്ചു. കർത്താവേ, ആമേൻ കർത്താവേ, അങ്ങനെ ഒരു വചനം നീ എനിക്ക് നൽകി തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം അത് പ്രോഫസ് ചെയ്ത് ഞാൻ കാരോട് കൃപാസന സഭയ്ക്ക് നൽകി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് അങ്ങനെ എന്നെ ബലപ്പെടുത്തുമാറാകട്ടെ. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ആശംസിക്കുന്നു. വർഷം മുഴുവനുമായി ചുറ്റുപാടുകളെ ഒരുക്കുന്ന കർത്താവ് ചുറ്റുപാടുകളെ നന്മ കൊണ്ട് അലങ്കരിക്കുമ്പോൾ ആ ചുറ്റുപാടിനകത്തിരിക്കുന്ന നന്മ നാം മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, നമ്മളെ മക്കൾ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, നമ്മളെ ചുറ്റിയിരിക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും. അത് നമ്മുടെ ഏറ്റവും ഒരു അനുഗ്രഹമാണ്. കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. ആറാമതായി എന്നെ വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു ദൂത്. ആറാമതായി അപ്പോസ്തല പ്രവൃത്തി 23 ചരിത്രം മുഴുവനും വായിച്ചാൽ മാത്രമേ ഈ ആറാമത്തെ പോയിന്റ് നിങ്ങൾക്ക് പിടികിട്ടത്തുള്ളൂ. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നത് കൊണ്ട്, എന്നാൽ ഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 23 മാത്രം വായിച്ചു സിസ്റ്റർ. പിന്നെ അവൻ ശതാധിപന്മാരിൽ 2 പേരെ വരുത്തി, ഈ രാത്രിയിൽ 3-ാം മണി നേരത്ത് കൈസര്യർക്ക് പോകുവാൻ 200 കാലാളെയും 70 കുതിരച്ചേവകരെയും 200 കുന്തക്കാരെയും ഒരുക്കുവേൻ. മതി സിസ്റ്റർ. അതിൻ്റെ പുറഭാഗത്തിലെ ദയവേയും നിങ്ങൾ ഭവനത്തിൽ പോയി വായിക്കുക. അപ്പോസ്തല പ്രവൃത്തി ഞാൻ സംസാരിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു 10 മിനിറ്റ് സംസാരിച്ച് എൻ്റെ രേഖയിൽ കാണുന്നുണ്ട്. ഞാൻ സംസാരിച്ചതായി എനിക്ക് ഓർമ്മയുണ്ട്. അത് ഇപ്രകാരം എൻ്റെ ഇടയാരാധന സംസാരിച്ചിട്ടുണ്ട് ഞാൻ അപ്പോസ്തല പ്രവൃത്തി തുടർമാനമായി നാം സംസാരിച്ചപ്പോൾ. അതുകൊണ്ട് ഇൻഡിവിജ്വലായിട്ട് ഞാൻ പോകുന്നില്ല. പൗലോസിനെതിരായ ഒരു കൂട്ടം കൂടുന്നതും പൗലോസിനെ എങ്ങനെ ഇപ്രാവശ്യം കൊന്നേ മതിയാകത്തുള്ളൂ, 28 ഇതാ അവൻ്റെ പൂർത്തീകരണം, അവൻ്റെ സുവിശേഷ യാത്ര പൂർത്തീകരിക്കാൻ പോകുന്നു. റോമിൽ കാരാഗ്രഹത്തിൽ വെച്ച് ന്യൂറോ ചക്രവർത്തി അവൻ്റെ തലയ്ക്ക് വാളിട്ട് കൊല്ലുവാൻ പോകുന്നു. എല്ലാം നടക്കുവാൻ പോകുന്നു. അവസാനം യെരുശലേം തടവറയ്ക്കകത്ത് അവനെ ഏർപ്പെടുത്തുവാൻ പോകുന്നുള്ള ചരിത്രമെല്ലാം 24, 25 കഴിഞ്ഞു. 23 നിർബന്ധമായും പൗലോസിനെ കൊല്ലണമെന്ന 40 പേർ ശപഥം ചെയ്യുന്ന ഒരു മനോഹരമായ ഭാഗം നിങ്ങൾക്കറിയാം. 23 40 പേർ എങ്ങനെയും പൗലോസിനെ കൊല്ലണമെന്ന്. എൻ്റെ അർത്ഥം ചുരുക്കി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ദൈവം നിനക്ക് വേണ്ടി ഒരു എഴുത്തെഴുതും. കരമുയർത്തി നാമേൻ പറഞ്ഞോ, കരമുയർത്തി നാമേൻ പറഞ്ഞോ. മനസ്സിലാകാത്തവർ 23 വാക്യം മുഴുവനുമായി അധ്യായം വായിച്ചോ, ഇത് മനസ്സിലാകും. സ്റ്റേറ്റ്മെന്റ് എഴുതുന്നവർക്ക്, കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറയാം, ദൈവം നിനക്ക് വേണ്ടി ഒരു എഴുത്ത് എഴുതും. എന്തിനു വേണ്ടിയിട്ട്? അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ, ദാനിയേൽ തനിക്കെതിരെ ഒരു വിരോധമായി ഒരു കൈയെഴുത്ത് വന്നു എന്നറിഞ്ഞിട്ടും പതിവ് പോലെ യെരുശലേമിലെ ദേവാലയത്തെ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കരമുയർത്തി നാമേൻ പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് ദാനിയേൽ ഒരു കാര്യം അറിയാമായിരുന്നു. കാരണം ദാനിയേൽ ഒരു കാര്യം അറിയാം, ഞാൻ ഇതിനു മുൻപേ വിരൽ ഭിത്തിയിൽ പതിഞ്ഞ കർത്താവിൻ്റെ കയ്യെ ഞാൻ നേരിട്ട് കണ്ടതാണ്. എങ്ങനെ 1000 മഹത്തുക്കൾ കൂടി വന്ന ഒരു സാന്നിധ്യം നിറവോടുള്ള ഇസ്രായേൽ ഗോത്രത്തിൽ കൊണ്ടുവന്ന പാത്രങ്ങൾ കുടിക്കുവാൻ തോന്നിയ നീ 1000 മഹത്തുക്കൾ കുടിച്ച് കുമ്മാളമിടുമ്പോൾ ഒരു കൈ പെട്ടെന്ന് വന്ന ചുറ്റിന്മേൽ പതിഞ്ഞ് മെനെ തെഗെ റുഫോസി എന്ന് പറഞ്ഞ ഒരു കൈ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഉറപ്പുണ്ട് ദാനിയേലേ, എനിക്കൊരു ഉറപ്പുണ്ട്. എന്തെന്നറിയാമോ? എനിക്ക് വേണ്ടി ഒരു കൈയെഴുത്ത് വരുമെന്ന് ദാനിയേലിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് എന്ത് തന്നെ സംഭവിച്ചാലും, 3 നേരം ഭക്ഷണം കഴിക്കാൻ മറന്നുപോയാലും 3 നേരം പ്രാർത്ഥിക്കാനിരുന്ന ദാനിയേലിനെ സ്വർഗം സിംഹത്തിന്റെ മുൻപിൽ മുട്ടുകുത്താൻ അനുവദിച്ചില്ല. നേരെ മറിച്ച് സിംഹം ദാനിയേലിന് മുൻപിൽ മുട്ടുകുത്തി. തരംഗത്തി ആമേൻ പറഞ്ഞോ. എന്തിനിത് പറയുന്നെന്ന് വെച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ നിനക്ക് സഹായമില്ലാതെ ആയിപ്പോവും സിസ്റ്റർ. പണമില്ല, ഗംഭീരമില്ല, ആളുപിടിയില്ല, പേരില്ല, ഒന്നുമില്ല. നിനക്ക് ഒരു 4 പേരുടെ മുൻപിൽ പോയി സംസാരിക്കുവാൻ പോലും അറിയില്ല, ഒന്നുമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞാൻ എങ്ങനെ നിൽക്കും, എങ്ങനെ പിടിച്ചു നിൽക്കുന്നു പോലും ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിൻ്റെ അകത്തോ ഓൺലൈനിൽ കൂടെ ഉണ്ടെങ്കിൽ നീ അറിയാതെ ചില ഫയലുകൾ ഓപ്പൺ ആകുന്ന 2024 കാണും. കടമുയർത്തി നാമേൻ പറഞ്ഞു. ഇത് ആരോടോ ഒരു പേഴ്സണോട് വ്യക്തിപരമായ ദൂതായി ഞാൻ കണക്കാക്കുന്നു. അത് ഓൺലൈനിൽ കൂടി ഇവിടെ ഇരിക്കുന്ന എനിക്കറിയില്ല. ചിലർ നിനക്കെതിരെ എഴുതുന്ന ചില പത്രങ്ങൾ, ചില നിനക്കെതിരെ എഴുതുന്ന ചില ഗൂഢാലോചനകൾ, ചില മഞ്ഞപ്പത്രങ്ങളെ നിഷ്പ്രയാസം ശത്രു അതിനെ ഇന്ന് രാത്രിക്കാലം കാണുകയാണ്. കരമടിച്ചൊന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? കരമടിച്ചൊന്ന് മഹത്വം കൊടുക്കാമോ? നിനക്കെതിരെ, നിന്റെ മക്കൾക്കെതിരെ പടമുയർത്തി നിൽക്കുന്ന സകല വരിവാളുകളും, നിനക്കെതിരെ, നിന്റെ മക്കൾക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ പാളെടുത്ത് നിൽക്കുന്ന സകല വാളുകളെ നാസറേയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ 2024 പ്രാരംഭ മിനിറ്റുകളിൽ ഞാൻ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ സംഭവിക്കട്ടെ. ഞാൻ വീണ്ടും പരിശുദ്ധ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വീണ്ടും പ്രോഫസി ചെയ്യാൻ പറയുന്നുണ്ട്. നിനക്കെതിരെ നീ അറിയാതെ എഴുതി നിൽക്കുന്ന ചില മഞ്ഞപത്രങ്ങൾ നീ അറിഞ്ഞുകൊണ്ട് തന്നെ അത് നിനക്ക് എതിരെ അനുകൂലമായിട്ട് കർത്താവ് നിനക്ക് അനുകൂലമായിട്ട് ചില വെള്ളപത്രത്തിൽ എഴുതി, വെള്ള പേപ്പർ എഴുതി മായ്ക്കുന്നത് പോലെ അതെല്ലാം മായ്ച്ചിട്ട് ഞാൻ ജീവനുള്ള ക്രിസ്തു എന്നിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ കാണുന്നുണ്ട്. അത് എത്ര പേർക്ക് എന്ന് അറിയില്ല. അത് സ്വീകരിക്കുന്നവർ കരമുയർത്തിയോ നാമേൻ പറഞ്ഞോ. ഹല്ലേലൂയ. ഇങ്ങനെ 6 വാഗ്ദത്തങ്ങൾ കർത്താവ് നൽകി തന്നിട്ട് നിനക്ക് വേണ്ടി ഒരുക്കുന്ന ആറ് കാര്യങ്ങൾ സ്പർശമായി കർത്താവ് ഇന്ന് രാത്രികാലം നൽകി തന്നിട്ട് 7ാമതായി പറയുന്നുണ്ട്, ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ല, ഇതിന് ഭൗതികമായിട്ടാണ് നീ 6 കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ നിത്യതയെ പറയാതെ ഒരിക്കലും 2024 മറക്കരുത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം സിസ്റ്റർ ഒന്ന് വായിക്കുമോ? സിസ്റ്റർ വേഗത്തിൽ നിന്ന് എടുക്കുമോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 2ാമത്തെ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. 2, 3, 4 വായിച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് വായിച്ചോ? എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക്, എൻ്റെ ആവശ്യമുള്ള പദപ്രയോഗം കിട്ടി മതി. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ശ്രദ്ധിക്കണമേ, ആ വായിച്ച വാക്യത്തിൻ്റെ അകത്ത് എത്ര പേർക്ക് നിങ്ങൾക്ക് പരിചയമുണ്ടെന്നറിയില്ല. അതിൻ്റെ കാര്യം എന്നറിയാമോ? ശ്രദ്ധിച്ച്, എനിക്ക് തന്ന വെളിപ്പാടിൽ ഞാൻ അങ്ങനെ പറയാം. ഒരു ഭോഷനെ പോലെ, ഒരു പൊട്ടനെ പോലെ ഞാൻ അങ്ങനെ ഇന്ന് രാത്രിക്കാലം അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ സമയം കഴിഞ്ഞു. എന്നാൽ ജസ്റ്റ് ഒന്ന് ഭോഷനെ പോലെ ഞങ്ങൾ പറഞ്ഞങ്ങ് വിടാം. അതിന് സമയമുള്ളൂ. നിങ്ങൾ നോക്കണമേ, 12-ാം അധ്യായം വരെ ജനം കൂടി നിന്നിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ കൂടെ നിന്നു. 13-ാം അധ്യായത്തിൽ പോയി എത്തിയപ്പോൾ കർത്താവ് ഇതാ അങ്കി ഊരി, മേൽവസ്ത്രം ഊരി അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ കാല് കഴുകണ ഒരു ഭാഗം എത്തി. അങ്ങനെ കാല് കഴിയുന്ന ഭാഗമെത്തിയിട്ട് ശിഷ്യന്മാരെല്ലാം വിറച്ചും ഇവരെ ഞാൻ പിരിയാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് ഇവർ അല്പനിമിഷങ്ങൾക്കുള്ളിൽ, അല്പമണിക്കൂറുകൾക്കകത്ത് ഈ വാത്സല്യ ശിഷ്യവൃന്ദങ്ങളെ ഞാൻ ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി മിസ് ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് ഇതാ കർത്താവ് നിങ്ങളുടെ ഹൃദയം ഭാരപ്പെടരുതെന്ന് ആശ്വസിപ്പിക്കുന്ന ആ 3 മഹാപുരോഹിത പ്രാർത്ഥനയ്ക്കായി എൻ്റെ ദൈവത്തിന് ആദ്യം ഞാൻ സ്തോത്രം ചെയ്യുന്നു. കാരണം അത് സാധാരണ പ്രാർത്ഥനയില്ല. കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന, കർത്താവിൻ്റെ ജീവിതശൈലി. 3.5 വർഷക്കാലം കർത്താവ് കൂടെ നടന്ന് ഉറങ്ങി വരുന്ന വാത്സല്യ ശിഷ്യന്മാരെ അവരെ വിട്ട് എന്നേക്കുമായി പിതാവ് തന്നോട് കൽപ്പിച്ച കാര്യപരിപാടികളിലേക്ക് ഇറങ്ങുമെന്ന് അറിഞ്ഞിട്ടും ആ വാത്സല്യ ശിഷ്യബന്ധങ്ങൾ ഒരിക്കലും നശിച്ചു പോകത്തില്ലെന്ന് അറിഞ്ഞ കർത്താവ് എന്നിട്ട് പോലും ആ സ്നേഹബന്ധത്തിൽ നിന്നൊന്ന് ഒരിക്കൽ പോലും അല്പം പോലും പിന്മാറാൻ അവസരം കിട്ടിയിട്ടും പിന്മാറാൻ കഴിയാത്തൊരു നിസ്സഹായാതൊരു അവസ്ഥയാണ് യേശുവിൻ്റെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് ഈ 14, 15 വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളെ ഉള്ളം കലങ്ങിപ്പോകരുത്. എൻ്റെ പിതാവിട്ട് അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ഞാൻ പോയി വാസസ്ഥലം ഒരുക്കിയതിന് ശേഷം ഞാൻ വന്ന് നിങ്ങളെയും എൻ്റെ അടുക്കൽ വിളിച്ചുകൊണ്ട് പോകും. ഇതെന്തെന്നറിയാമോ? അതുവരെ ശിഷ്യബന്ധങ്ങളോട് കർത്താവ് പറഞ്ഞിട്ടില്ല ഞാൻ മരിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നിട്ട് പോലും ശിഷ്യബന്ധങ്ങളുടെ മാനസിക അവസ്ഥ നന്നായി അറിഞ്ഞു. കാരണം ഞാൻ ഒരു ദിവസം ഇതാ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്നുള്ള വാഗ്ദത്തം വെച്ച് നിറവേറത്തക്കവണ്ണം ഗതസമയിൽ പോയിരുന്ന ഈ എൻ്റെ പ്രാണന് തുല്യമായുള്ള വേർപ്പിനെ അത് രക്തത്തുള്ളികളായി പുറത്തേക്ക് വരുമെന്ന് കർത്താവ് നന്നായി അറിഞ്ഞു. അപ്പോൾ ഇവരെല്ലാം ഓടി വിളിക്കുമെന്നറിയാം. പിന്നെ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എല്ലാവരും ഓടി ഉറച്ച് അന്ധമായി വിശ്വസിച്ച് ഓടി വിളിക്കുമെന്ന് എനിക്കറിയാം. അപ്പോഴും കർത്താവ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, നീ തള്ളിപ്പറഞ്ഞ പത്രോസിനോട് ഒരു കാര്യം പറഞ്ഞു വയ്ക്കണം. ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞാൻ അവനക്ക് വേണ്ടി പ്രത്യക്ഷനാകുമെന്ന്, ഞാൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ഞാൻ അവന് വേണ്ടി പ്രത്യക്ഷനാകുമെന്ന് പ്രത്യേകിച്ച് പത്രോസിനോട് കൂടെ പറഞ്ഞു വയ്ക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചു. കാര്യം എന്നറിയാമോ? ഞാൻ പറഞ്ഞതിന് ആശയം പങ്കുവയ്ക്കാൻ ശ്രദ്ധിക്കണമേ. കർത്താവിൻ്റെ വീട്ടിൽ ഭവനം ഒരുക്കി, അതാണ് എൻ്റെ പോയിന്റ്. എന്നാൽ ശ്രദ്ധിച്ച് കേട്ടുവാ. എങ്ങനെയെന്നറിയാമോ? കർത്താവിൻ്റെ സ്നേഹമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവനെന്നെ തള്ളിപ്പറഞ്ഞു, അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പുനരുത്ഥാനം ചെയ്ത് ഞാൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും കൂടി വരും, എൻ്റെ ഭാഗത്തേക്ക് കൂടി വരും. ഞാനിവിടെ എല്ലാവർക്കും പ്രത്യക്ഷനായി നിൽക്കും കുറച്ച് ദിവസം. അന്ന് പത്രോസ് ചിലപ്പോൾ എന്നെ അഭിമുഖീകരിക്കാൻ കഴിയാതെ മാറിപ്പോയെന്ന് വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് ലൂക്കോസിൽ എഴുതി വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് പത്രോസിന് പറയണമേ, ഞാൻ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അതിനു മുൻപ് എന്നെ വന്ന് കാണണമെന്ന് പറയുന്ന കർത്താവാണ്. ഇന്ന് രാത്രികാലം ഈ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ഇതെന്തിനെന്നറിയാമോ? ഈ സ്നേഹം ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവ് തന്നേച്ചു പോയി അറിയാമോ? നിങ്ങൾ അവൻ വല്ലാതെ എല്ലാം എത്ര സ്നേഹിക്കാൻ കഴിയുമോ അത്രയ്ക്കും ഈ സഭയെ കർത്താവ് സ്നേഹിച്ചു.
എത്രയ്ക്ക് സ്നേഹിക്കാൻ കഴിയുമോ അന്ന് നൂറുകണക്ക് സാക്ഷ്യക്കൂട്ടങ്ങൾ എനിക്ക് മൈക്ക് തന്നു 1 മണിക്കൂർ നിങ്ങൾ ശാന്തമായിട്ടിരുന്ന നൂറുകണക്കിന് ഓരോ കുടുംബത്തിൽ നിന്നും നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ ഞാൻ പറയും. അപ്പം ഞാൻ നൂറുകണക്കിൽ പറഞ്ഞ നിങ്ങൾ എത്ര നിങ്ങളുടെ കുടുംബത്തിനെ പറ്റി ഞാൻ ഇത്ര ഒരു ശുശ്രൂഷകരുന്ന നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നൂറുകണക്കിന് നന്മകൾ ഞാൻ പറയുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ ആയിരക്കണക്കിൽ പറയുവാൻ കഴിയും. അതുകൊണ്ട് ഒരിക്കലും കർത്താവ് സ്നേഹിച്ചില്ല എന്ന് ഒരിക്കലും പറയുവാൻ കഴിയത്തില്ല. ഈ സന്ദേശം പൂർത്തീകരിക്കാൻ ഞാൻ പറയട്ടെ, നിത്യഭവനം നമുക്ക് വേണ്ടി ഒരുക്കുന്നറിയാമോ? നമ്മളെ സ്നേഹിച്ച് ഇത്രത്തോളം സ്നേഹിച്ച് വഴി നടത്തിയ ആ നിത്യഭവനത്തിൽ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. കമോൺ, ആദ്യം വായിച്ച വചനത്തിലേക്ക് വന്നേ. ആദ്യം വായിച്ച വചനത്തിൽ എവിടെയാണ് നമ്മൾ തുടങ്ങിയത്? അവൻ നിനക്ക് വേണ്ടി ചിലതൊക്കെ ഒരുക്കും. അത് പെട്ടെന്ന് ക്ഷണത്തിലായിരുന്നു. ശ്രദ്ധിക്കണമേ, ഇതുപോലെയാണ് നിത്യഭവനത്തിൽ അവൻ നമ്മെ ചേർക്കുന്നത്. ക്ഷണത്തിലാണ്. ആ കാര്യപരിപാടികൾ മാനുഷിക ചിന്തയിൽ കാണുവാൻ കഴിയത്തില്ല. മാനുഷിക ബുദ്ധി കൊണ്ട് കാര്യപരിപാടികൾ നിങ്ങൾ കാണുവാൻ കഴിയത്തില്ല. 2 ദിനവൃത്താന്തത്തിൽ നമ്മൾ വായിച്ച വാക്യം കുറിവാക്യം അത് ക്ഷണത്തിൽ സംഭവിച്ചു. അത് ക്ഷണത്തിൽ സംഭവിച്ചു. ഹെസ്കിയാവും ജനവും എന്ത് ചെയ്തു? അവർ സന്തോഷിച്ചു. കാര്യം എന്നറിയാമോ? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത ആഘാതങ്ങൾ വരുമ്പോൾ നീ നന്നായി കരയും. എപ്പോൾ? ഈ ഒരു മരണം വരുമെന്ന് അറിഞ്ഞാൽ, ഒരു മരണം വരുമെന്ന് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞാൽ, ഒരു രോഗം ശരീരത്തിലുണ്ടെന്ന് മുൻകൂട്ടി അറിഞ്ഞാൽ നിനക്ക് ഹൃദയത്തിൻ്റെ അകത്ത് ഒത്തിരി തേങ്ങലോട് ഒരു അഭാരത്തോടു കൂടെ കരച്ചിൽ വരത്തില്ല. എന്നാൽ പെട്ടെന്ന് വരുന്ന അതുപോലെ ഹെസക്കിയേൽ പറയുന്നുണ്ട്, ഹെസക്കിയേലും ജനവും പെട്ടെന്ന് സന്തോഷിച്ചു. ക്ഷണത്തിൽ അത് സംഭവിച്ചു. ഞാൻ പറയട്ടെ, പ്രോഫസ് ചെയ്യട്ടെ, 2024 ക്ഷണത്തിൽ പെട്ടെന്ന് ക്ഷണത്തിൽ ചില അനുഗ്രഹങ്ങൾ കർത്താവ് നൽകി തരുവാൻ പോകുന്നു. അത് ഈ വചനത്തെ ഇന്നു മുതൽ എടുത്തു വെച്ച് ആരെങ്കിലും എഴുതി നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ദിനവൃത്താന്തം ഞാൻ പറഞ്ഞ വാക്യങ്ങൾ നോട്ട് ചെയ്ത്, കർത്താവേ ഇതുപോലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തടത്തോളം കാലം ജനവും ഞാനും എൻ്റെ കുടുംബം സന്തോഷിക്കത്തക്കവണ്ണം ക്ഷണത്തിൽ എനിക്ക് ചില നന്മകൾ നൽകി തരണമെന്ന് മാത്രം ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ചോ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ പോകുന്നു. എത്ര പേർ കണ്ണുകളടച്ച് പ്രാർത്ഥിപ്പാൻ കഴിയും? വേഗത്തിലൊന്നും കണ്ണുകളടച്ചോ. ഞാൻ പ്രതീക്ഷിക്കാലം വളരെ ശക്തമായിട്ട് പരിശുദ്ധാത്മ ഇന്ന് രാത്രികാലം ഈ ജനത്തോട് സംസാരിച്ച് ഞാൻ എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവപ്പെടുന്നു. എനിക്ക് ഈ മെസ്സേജ് വൈൻഡപ്പ് ചെയ്യാൻ കഴിയാത്തടത്തോളം കാലം പരിശുദ്ധാത്മനെ നിയന്ത്രിക്കുന്ന ഞാൻ അറിയുന്നുണ്ട്. എൻ്റെ പാദങ്ങൾ നിലത്തുറയ്ക്കാതെ വണ്ണം വലിയ സാന്നിധ്യം കൊണ്ട് ഞാൻ നിറയ്ക്കുന്ന കാണുന്നുണ്ട്. ഓരോരുത്തരുടെ മേലും തൊട്ട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഓരോരുത്തരുടെ ശിരസിന്മേൽ കൈവച്ച് പതിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഒരുമിച്ച് ഞാൻ പ്രോഫസ് ചെയ്യട്ടെ, ഇന്ന് രാത്രികാലം ഈ ഓൺലൈനിൽ കേൾക്കുന്ന മറ്റ് 2 സഭകളുള്ളവരുടെ മേലും ഇന്ന് രാത്രികാലം വലിയ തേജസ് ഇറങ്ങുന്ന കൃപകൾക്കായി നന്ദി. ഇത് ഓൺലൈൻ കേൾക്കുന്ന കുടുംബങ്ങൾ, ഭാരത്തോട് പ്രയാസത്തോട് ഇരിക്കുന്ന കുടുംബങ്ങളോട് ഇന്ന് രാത്രികാലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ പ്രോഫസൈ ചെയ്യട്ടെ. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി ചിലതൊക്കെയും കരുതുന്ന, നിനക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി ദീപത്തെ കത്തിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി ഇരുട്ടിന്റെ വഴികളെ മാറ്റി വെളിച്ചത്തിൽ പ്രകാശത്തിൽ കൂടി നടക്കുന്ന വർഷമായി തീരട്ടെ 2024. അത് വിശ്വസിക്കുന്നവർ 2 കരങ്ങളും ചേർത്തടിച്ചുകൊണ്ട് അല്പസമയം ദൈവത്തിന് മുൻപ് ആർപ്പിടാമോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ. ചുറ്റുപാടുകളെ ഒരുക്കുന്ന ദൈവം, ചുറ്റുപാടുകൾ നിനക്ക് വേണ്ടി അനുകൂലമായി ഒരുക്കുന്ന ദൈവം, ചുറ്റുപാടുകളെ അനുകൂലമായി ഒരുക്കുന്ന ദൈവം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പ്രാർത്ഥന എടുത്തോ. ഞാൻ പറഞ്ഞ 7 കാര്യങ്ങൾ നിങ്ങൾ ഉരുവിട്ടോ. 7 കാര്യങ്ങൾ മറന്നെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഒന്നാമതായി നിനക്ക് വേണ്ടി അവൻ ദീപത്തെ കത്തിക്കും. രണ്ടാമതായി നിനക്ക് വേണ്ടി അവൻ ഒരു ഭവനം പണിയും. മൂന്നാമതായി നിനക്ക് വേണ്ടി അവൻ വഴി ഒരുക്കും. നാലാമതായി ചുറ്റുപാടുകളെ ഒരുക്കും. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് സൗഖ്യം വ്യാപരിക്കട്ടെ. ചുറ്റുപാടുകളെ ഒരുക്കുന്ന ദൈവം, ചുറ്റുപാടുകളെ ഒരുക്കുന്ന ദൈവം. നിനക്ക് വേണ്ടി വ്യക്തിപരമായി പൗലോസിനെ കൊല്ലുവാൻ ശ്രമിച്ചപ്പോൾ അവന് വേണ്ടി എഴുതുവാൻ മറക്കാത്ത ദൈവം. അവന് വേണ്ടി ചില ഫയലുകൾ ഓപ്പൺ ആകട്ടെ. നിനക്ക് വേണ്ടി ചില ഫയലുകൾ ഓപ്പൺ ആകട്ടെ. നിനക്ക് വേണ്ടി നിത്യ തുറമുഖം ഒരുക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ തന്നെ. Mighty presence. സ്വീകരിച്ചോ സഹോദരി, സ്വീകരിച്ചോ. അപ്പോൾ എന്നോട് നന്ദി പറ. അത് സംഭവിക്കും. ഞാൻ വിശ്വസിക്കുന്നു. ഒരു അസാധാരണ സാന്നിധ്യം ഇതിനകത്ത് നിലകൊള്ളുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ അത് വ്യാപരിക്കട്ടെ.
ഓ റമാനഗ സോറമാ ശഗരിഗദ ലഗന റിബറബ ശാംപുരാദനാദനാദന ഓ റിബാലഗ സോറി ബബബ നമ ശാരഗദ സോറി ബബബബബ ഓ ചിഗരേ രേരമാ ലവലവ ശാരഗദ സോറി ബബബബബ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഈ 7 അനുഗ്രഹങ്ങളും നമുക്ക് മാത്രമല്ല, ഓൺലൈൻ കൂടി കേൾക്കുന്നവർക്ക് മാത്രമല്ല, അകലങ്ങളിലായിരിക്കും നമ്മളെ സഹോദരങ്ങളുടെ മുറിയിലേക്കും ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. അവർക്ക് വേണ്ടി കരുതുന്ന ഒരു ഭവനം, അവർക്ക് വേണ്ടി കത്തിക്കുന്ന ഒരു ദീപം, അവർക്ക് വേണ്ടി പാതകളെ ഒരുക്കുന്ന ഒരു വഴി, അവർക്ക് വേണ്ടി ചുറ്റുപാടുകളെ അനുകൂലിക്കുന്ന ഒരു കരം, അവർക്ക് വേണ്ടി വ്യക്തിപരമായി ചില എഴുത്തുകൾ എഴുതുന്ന ഒരു കരം, അവർക്ക് വേണ്ടി സ്വർഗം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രവചനമായി ഓൺലൈനിൽ ഇരിക്കുന്നവർ കൈകോർത്ത് ആ പാദപടിയിൽ അമർന്നുകൊണ്ട് കൈകോർത്ത് യേശുവിനെ നന്ദി. ഈ പുതുവർഷത്തിൽ വല്ലാത്തൊരു അന്തരീക്ഷം ഈ ഹാളിനകത്ത് ഞാൻ അനുഭവിക്കുക. എനിക്കറിയില്ല ഈ സാന്നിധ്യം എത്ര മനോഹരം, ഈ സാന്നിധ്യം എത്ര മനോഹരം, ഈ ജനത്തിനിടയിൽ വലിയൊരു രൂപാന്തരം. ഈ പുതുവർഷം ആദ്യത്തെ സെഷനിൽ തന്നെ 2024 ആദ്യത്തെ സെഷനാണ് ഇന്ന് വ്യാഴക്കാലം ഇതിനകത്ത് കൂടി വന്നത്. വല്ലാത്തൊരു ദൈവ സാന്നിധ്യം, വല്ലാത്തൊരു ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം എൻ്റെ ശരീരത്തെ അത് വല്ലാതെ സ്പർശിക്കുന്നു. ഞാൻ തിരിച്ചറിയുന്നുണ്ട്, ആത്മീക പകർച്ച സദസ്സിലായിരിക്കുന്ന ചില ഹൃദയങ്ങൾ അത് ആഴത്തിൽ പ്രകാശിക്കുന്നു. സമയത്തിന്റെ പരിമിതികളോട് ഞാൻ പൂർത്തീകരിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. കണ്ണുകളടച്ചോ, കണ്ണുകളടച്ചോ. ഇതൊരു വലിയ വെളിപ്പാടാണ്. നീ ഭവനത്തിലേക്ക് പോകുന്നത് ഒറ്റയ്ക്കല്ല. ഞാൻ വിശ്വസിക്കുന്നു 7 വാക്യങ്ങൾ കൊണ്ടാണ് നീ പോകുന്നത്. ഒന്നും പ്രാപിച്ചില്ലെങ്കിൽ 7 വാക്യങ്ങളെ കൊണ്ട് നടക്ക് സഹോദരി, ഇതിനെ കൊണ്ട് നടക്ക്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ നിനക്ക് വേണ്ടി ചിലതൊക്കെ പണിഞ്ഞു തരും, പണി തരും. നിനക്ക് വേണ്ടി പണിഞ്ഞു തരും. ഭവനം പണിയുവാൻ ആഗ്രഹിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, ഭവനം പണിയുന്നവർ എല്ലാവരും പ്രാർത്ഥിച്ചോ. നിനക്ക് വേണ്ടി, എളിയവനായ നിനക്ക് വേണ്ടി അവൻ ചിലതൊക്കെ പണിയും. ഭവനം പണിയുന്നവർ, ഭവനം പണിഞ്ഞുകൊണ്ടിരിക്കുന്നവർ പ്രാർത്ഥിച്ചോ. നിനക്ക് വേണ്ടി അവൻ ചിലതൊക്കെ പണിയുവാൻ പോകുന്നു. ഈ കാരണം എന്ത്? നീ എളിയവനായത് കൊണ്ട് അവൻ നിനക്ക് വേണ്ടി ചിലതൊക്കെ പണിയുവാൻ പോകുന്നു. വഴി അറിയാതെ നിൽക്കുന്ന ഇളം തലമുറയെ നിനക്ക് വേണ്ടി അവൻ ചിലതൊക്കെ പണിയുവാൻ പോകുന്നു. ഇരുട്ടിന്റെ ശക്തികളെ ഊരിമാറ്റാനുള്ള പടവാളാണ് ദൈവത്തിന്റെ വചനം. ചില ഇരുട്ടിന്റെ പടവാളികളെ, ഇരുട്ടിന്റെ വെല്ലുവിളികളെ ഊരിമാറ്റാനുള്ള പടവാളായ ദൈവത്തിന്റെ വചനം. ഞാൻ ദീപത്തെ കത്തിക്കും. പ്രാർത്ഥിച്ചു, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി സ്തോത്രം. കടന്ന ദിവസം മുതൽ ഈ ആണ്ടിന്റെ ആരംഭ സെഷനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന ചുരുക്കം ചിലരായി ഒരുമിച്ച് നാലേക്ക് തിരികെ ഞങ്ങൾ പ്രവേശിച്ചു. വലിയൊരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് പറയപ്പെട്ട ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് ഒരിക്കലും മാനുഷിക ബുദ്ധി കൊണ്ട് പിടിച്ചടക്കാൻ കഴിയാത്തൊരു ആത്മവിപുലമായ ഒരു വലിയൊരു ദർശനം ഞാൻ കാണുകയായിരുന്നു ഈ വിശ്വാസികളുടെ മേൽ. ഇന്ന് കടന്നു വന്ന വിശ്വാസ സമൂഹത്തിന് പേര് വലിയൊരു വെളിപ്പാട് ഞാൻ കാണുകയാണ്. ഇന്നു മുതൽ ജയത്തിൻ്റെ സന്ദേശം മുഴങ്ങട്ടെ. ഭവനങ്ങൾ സന്തോഷത്തിന്റെ നിലവാരം കൊള്ളട്ടെ. അടിച്ചമർത്തന്റെ പൈശാചിക ബന്ധനത്തെ നാസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പകർച്ചയുടെ വെളിയായി, പകർച്ചയുടെ ആ ദർശനത്തിന്റെ വെളിപാടുകളായ ആ വെളിച്ചം വീശുന്ന വചനങ്ങൾ അവിടെ ദീപത്തെ കത്തിക്കട്ടെ. ശാപം മാറട്ടെ. ഓരോ ഭവനത്തെ ഇന്ന് പകൽക്കായി, ഇന്ന് രാത്രി കാലം കടന്നു വന്ന അങ്ങ് ഞങ്ങളുടെ ജീവിതം നൽകുന്ന അധികാരത്തിന്റെ ശ്രേഷ്ഠതയിൽ നിന്നുകൊണ്ട് ബലപ്പെടുത്തുന്ന ക്രിസ്തുനാഥന്റെ കരം ഇവരുടെ മേൽ വീഴട്ടെ എന്ന് നാസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേണ്ടി ദീപത്തെ കത്തിക്കണമേ. ഇവർക്ക് വേണ്ടി ചിലതൊക്കെയും എഴുതണമേ. ഇവർക്ക് വിരോധമായി നിൽക്കുന്ന ചില പ്രതികൂലമായ കൈയെഴുത്തുകളിൽ നിന്ന് മാറ്റിത്തിരുത്തി അനുകൂലമായ കൈയെഴുത്താക്കി മാറ്റി അവർ പോലും അറിയാതെ ഇന്ന് രാത്രികാലം അവർക്ക് അനുകൂലമാക്കി തീർക്കുന്ന കൃപകൾക്കായി നന്ദി. 2023 ഞങ്ങൾ വെളിപ്പാടോട് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പം ഇന്ന് രാത്രികാലം ഇത് തീരുന്നതല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ദിനംതോറും പ്രകാശിക്കുന്ന വെളിയായി ശോഭപൂർണ്ണനെ ഞങ്ങൾ ഓരോ ദിവസം കാണത്തക്കവോളം
കൃപയിൽ പൊതിയുന്ന കൃപകൾക്കായി നന്ദി അപ്പാ. ഇന്ന് രാത്രികാലം ഇതിനകത്തായിരിക്കുന്നവർ, കടഭാരമുള്ളവരുണ്ട്, പ്രയാസമുള്ളവരുണ്ട്, രോഗനിരാശയിലായിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്, ഇതിൻ്റെ അകത്തുമുണ്ട്. എന്നാൽ എനിക്കൊരു ഉറപ്പുണ്ട്, ഇന്ന് രാത്രികാലം വിടുതലിൻ്റെ രാത്രിയാണ്. ഭവനങ്ങൾ പണിയുന്നവരുണ്ട്, ഭവനങ്ങൾ പണിഞ്ഞ് പൂർത്തീകരണത്തിലേക്ക് വരുന്നവരുണ്ട്, അകലങ്ങളിലായിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. മാത്രമല്ല ആരോടും പറയാൻ കഴിയാത്ത ഫ്യൂച്ചറിനെ കുറിച്ച്, മക്കളെ നിലവാരത്തെക്കുറിച്ച്, മക്കളെ അവസ്ഥയെക്കുറിച്ച് ആരോടും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ വേദനിക്കുന്ന അവരുടെ ഇതിനകത്തുണ്ടാവാം. ഇന്ന് രാത്രികാലം നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം അപ്പാ, ഭൂമിയെ നീ അനുകൂലമാക്കി ഇവർക്ക് അനുകൂലം കൊടുക്കുന്നത് പോലെ അന്തരീക്ഷത്തെ ചേഞ്ച് ചെയ്ത് ഇവരുടെ കുടുംബത്തിലേക്ക് ഒരു അനുഗ്രഹ സമാപ്തി കൊടുക്കണമേ. ഇന്ന് രാത്രികാലം പിതാകുമാരൻ പരിശുദ്ധാവിൻ നാമത്തിലാണ് ഈ ജനത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചു. ഈ ആദ്യത്തെ സെഷൻ ഞങ്ങൾ പൂർത്തീകരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ.